പാലക്കാട് ഒരു രാഹുൽ വൈബായി മാറിയിരിക്കുകയാണ്. ഷാഫിയുടെ വൈബ് കഴിഞ്ഞു, അതിന്റെ പിന്തുടരാവകാശം രാഹുലിനാണ് എന്ന് എഴുതാൻ പോവുകയാണ്. ഈ ഒരു കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങളിലുള്ളിൽ രാഹുലിന്റെ ജനപ്രീതി വളരെയധികം കൂടി പാലക്കാട് UDFന്റെ സ്വന്തമാവും എന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ്. കേരളത്തിനെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി വേദിയാക്കാൻ വേണ്ടി ശ്രമിച്ചവർക്ക് തക്ക മറുപടി ആയിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിലുണ്ടാവുക. ഇവിടെ വർഗീയ ധ്രുവീകരണവും അതുപോലെ മതസ്പർദ്ധയുണ്ടാക്കുന്നതിന് വേണ്ടി പലരും ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിച്ചപ്പോൾ അതിനെ ശക്തമായ രീതിയിലുള്ള ഒരു താക്കീതായി തെരഞ്ഞെടുപ്പിന്റെ വിധി മാറും. പലതരത്തിലുള്ള വിഷയങ്ങൾ ഈ പ്രചരണത്തിൽ കണ്ടു. ഈ മുസ്ലിം ലീഗിനെയൊക്കെ മുഖ്യമന്ത്രി ഇതുവരെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം തങ്ങൾ കുടുംബത്തെയൊക്കെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്ന ഒരു നടപടിയിലേക്കൊക്കെ പോയി. അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് രാഷ്ട്രീയമാകുമ്പോൾ എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറയും. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മറുപടി പറയുക എന്നുള്ളത് ഞങ്ങളുടെ സംസ്കാരമല്ല. അതിപ്പോ അങ്ങനെ നിൽക്കട്ടെ എന്നുള്ളതാണ്. തങ്ങളുടെ ഇടതോരം ചേർന്ന് സന്ദീപ് വാര്യർ നിൽക്കുകയാണ്. ഒരു പുതിയ സഹപ്രവർത്തകനെ കൂടെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സന്ദീപിന്റെ ഒരു വരവും സ്ഥാനത്തൊക്കെ? അദ്ദേഹത്തിന്റെ വരവ് നമുക്കൊരു വലിയ പ്രതീക്ഷയാണ്. അദ്ദേഹം സംഘപരിവാർ ഐഡിയോളജിയിൽ നിന്നും മാറി ഒരു മതനിരപേക്ഷത ചിന്തയും മതേതരവാദിയുമായി മുന്നണി പോരാട്ട രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ അത് ഞങ്ങൾക്ക് നൽകിയത് വലിയ കരുത്താണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ വരവ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു വലിയ പ്രചോദനമാണ്. തീർച്ചയായും അത് BJP നിന്നും കോൺഗ്രസിലേക്ക് ഇനിയും ഒരുപാട് ആളുകൾ ഒഴുകുന്നതിന്റെ തുടക്കം മാത്രമാണ് സന്ദീപിന്റെ വരവ്.